നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമുക്ക് വൻപയർ നമുക്കൊന്ന് തോരൻ വെച്ച് നോക്കാം. ഒരു കുക്കർ എടുത്തിട്ട് കുറച്ച് വൻപയറും കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് അതിന് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് തേങ്ങയും ഇച്ചിരി മല്ലിപ്പൊടിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്ത് കുറച്ച് ഉള്ളി വേണം കേട്ടോ. ഉള്ളി നമ്മൾ ചോപ്പ് ചെയ്തെടുക്കണം. സവോള ഞാൻ 2 ചെറിയ സവോളയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ആ 2 സവോള നല്ലതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നിങ്ങൾക്ക് വളരെ ഇതായിട്ട് 2-3 പച്ചമുളക് എടുത്തോളൂ, നല്ലതാണ്. അതിൻ്റെ എരിവ് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആവശ്യമുള്ളവർക്ക്. ഒരു ഇഞ്ചി, ചെറിയൊരു കഷ്ണം, ഒരു ചെറിയ ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്യണം. അതിന് ശേഷം നമുക്ക് നല്ലതായിട്ട് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഓക്കെ. അത് കഴിഞ്ഞ് നമുക്ക് മിക്സിക്കകത്ത് നമുക്കത് അരിച്ചെടുക്കണം. അത് ഞാൻ എടുത്തു. അതിന് നമുക്കൊരു ചീനച്ചട്ടി വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് അതൊന്ന് ചൂടാകാം. കുറച്ച് കടുകിടുന്നു. അത് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരി കരിയാപ്പിലയും പിന്നെ കുറച്ച് ചുമന്ന മുളക് 2-3 എത്രയാണ് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിടാം. ഞാൻ 3 ഇട്ടിരിക്കുന്നത്. പിന്നെ ഉള്ളി ചോപ്പ് ചെയ്ത ഉള്ളിയും ഇതെല്ലാം കൂടെ എന്താ പറയുക, ഇഞ്ചിയും കരിയാപ്പിലയൊക്കെ ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് ഇറക്കുക. ഇടയ്ക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടോളൂ. കരിയാപ്പില എനിക്ക് വളരെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ അത്യാവശ്യം നല്ലതായിട്ട് കരിയാപ്പില ഇടുന്നുണ്ട്, കറി ലീഫ്. ഓക്കെ. അതിന് ശേഷം കുറച്ച് ഉപ്പിട്ടോ, പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഒരു ചെറിയ ബ്രൗൺ കളറാകുമ്പോഴത്തേനും നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ നമുക്കിട്ടിട്ട്, നമ്മൾ തേങ്ങ ആദ്യം ഇടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആയിട്ട് എടുക്കണം. അപ്പോൾ എന്താണെന്ന് അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ അതിൻ്റെ ആ പച്ചമണമൊക്കെ പോയി വളരെ ടേസ്റ്റായിട്ട് കിട്ടും. ആ ടേസ്റ്റ് നല്ല രുചിയാണത്. അതായത് നമുക്ക് മറക്കാൻ പറ്റില്ല. ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കണ്ട സ്കൂളിലൊക്കെ ഉപയോഗിച്ചിട്ട് സാധനം, സ്കൂളിൽ പോകുമ്പോൾ അത് കഴിഞ്ഞിട്ട് നല്ല ടേസ്റ്റാണ് ആ സാധനം. നല്ല രസമായിട്ട് നല്ലതായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ലതായിട്ട് നമുക്ക് വളരെ 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വളരെ നമുക്ക് പെട്ടെന്ന് ശരിയാക്കാൻ പറ്റും. ഇത് വേകുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ. അത് കുക്കറിലിട്ട് അടിച്ച് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ. ഓക്കെ. താങ്ക് യു സോ മച്ച്.